ഹലോ, ഇന്നത്തേത് ഒരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ആൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഈ ഒരു മാലയും ഒരു റിങ്ങും ആണ്. നമുക്ക് മൊത്തത്തിൽ ഒരു 5 ഓർഡറാണ് വന്നിട്ടുള്ളത്. അതിൽ 2 ഞാൻ ഓൾറെഡി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 3 ഇപ്പോൾ പാക്ക് ചെയ്യാനുള്ളത്. അതിലൊരെണ്ണം ഹെയർ ആക്സസറീസിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസും അതുപോലെ ഹെയർ ആക്സസറീസിൻ്റെ ഐറ്റംസും ജ്വല്ലറി ഐറ്റംസും എല്ലാം ഞാൻ സെയിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ഓർഡറും നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യാറാണ് പതിവ്. ഞാൻ രാത്രിയാണ് കേട്ടോ ഇതൊക്കെ പാക്ക് ചെയ്യൽ, കാരണം രാവിലെ 9 മണിയാകുമ്പോഴത്തേനും നമുക്ക് കൊറിയർ കൊണ്ടുപോകും. അപ്പോൾ രാത്രി പാക്ക് ചെയ്യലാണ്. മിക്കവാറും ആളുകൾ, ഞാൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല, രാത്രി പേയ്മെൻറ്റ് ചെയ്താലേ എനിക്ക് പിറ്റേന്നത്തേക്ക് അയക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും ചിലരൊക്കെ പിറ്റേന്ന് രാവിലെ അയച്ചിട്ട് ഇന്ന് തന്നെ അയക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ നമുക്കത് പോസിബിൾ അല്ല, കാരണം 9 മണിയാകുമ്പോഴേക്കും നമുക്ക് കൊറിയർ പോകും. അപ്പോൾ ആ കൊറിയർ പോകുമ്പോൾ നമുക്ക് രാവിലെ പാക്കിങ് നടക്കില്ല. നമുക്ക് എടുത്തു വെച്ച പാക്കിങ് മാത്രമേ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ പാക്കിങ് നടക്കില്ല. അപ്പോൾ മാക്സിമം ആളുകളും തലേന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സൊക്കെ എനിക്ക് അയച്ചു തന്നാൽ പിറ്റേന്ന് നമുക്ക് കൊറിയർ കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള വളയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ ആൾ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു വളയും പിന്നെ ഒരു പാദസരമാണ് കേട്ടോ. കുട്ടികളുടെ ഒരു പാദസരമാണ്, 1 ഇയർ ഗ്യാരണ്ടിയിൽ വരുന്ന പാദസരമാണ് കേട്ടോ. അത് വലിയവരുത് ഉണ്ടായിരുന്നു, അത് പക്ഷേ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. ഒരുപാട് എൻക്വയറിയും കാര്യങ്ങൾ വരുന്ന ഒരു ഐറ്റംസ് ആയിരുന്നു കേട്ടോ പാദസരത്തിൻ്റെത്. പക്ഷേ അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. വലിയവരുടേത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇനി കുട്ടികളുടേത് മാത്രമാണുള്ളത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ആൻറ്റി ടാർണിഷ് നെക്ലേസ്, ഇയറിങ്സ്, ബാംഗിൾസ്, കഫ് ബാംഗിൾ, അങ്ങനെ ഒരുപാട് ആംഗ്ലറ്റ് എല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ നമുക്ക് കാറ്റലോഗ് വരുന്നുണ്ട്. ആ കാറ്റലോഗിലൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ പ്രൈസും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ അത് സക്സസ് ആവുമോ അറിയില്ല, കാരണം ഒരുപാട് പേര് ജ്വല്ലറി ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും ഇത് തന്നെയാണെന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു ചിന്താഗതി വേണ്ട കേട്ടോ. കാരണം ഇന്ത്യയിൽ ഒരുപാട് ജനങ്ങളുണ്ട്, എല്ലാവരും ഈ ക്ലോത്തിങ് ബ്രാൻഡും അതുപോലെ ജ്വല്ലറി ബിസിനസ്സും എല്ലാം ചെയ്യുന്നത്. ഒരുപാട് പേര് നമുക്ക് എന്താണോ പാഷൻ അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ പാഷൻ എന്താണോ അത് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. എന്നാൽ നമുക്ക് വേണ്ടത് നമ്മളെ കയ്യിൽ തന്നെ എത്തും, അത് വേറെ ആർക്കും പോകില്ല. ഒരുപാട് സെലിബ്രിറ്റീസും ക്ലോത്തിങ് ബ്രാൻഡും അതുപോലെ ജ്വല്ലറി ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെ കൈകളിലേക്കും അത് എത്തിക്കോണമെന്നില്ല. ചിലപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ അവർക്ക് നല്ല കളക്ഷനും ഒക്കെ കിട്ടുന്ന എവിടെയാണോ അത് നമ്മളെ തേടി വരും. അപ്പോൾ നമ്മൾ നല്ല കളക്ഷൻസ് കൊടുക്കാൻ നോക്കുക. നല്ല ആൻറ്റി ടാർണിഷായിട്ടും പെട്ടെന്ന് കളർ പോകാത്ത സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് വരും. നമ്മളെ ബിസിനസ് നമ്മളിൽ